വെൽക്കം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നേരത്തെ നടന്ന ഒരു ഗെയിമിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതിൻ്റെ ഒറിജിനൽ വീഡിയോ ആണ്. നേരത്തെ അത് എഡിറ്റ് ചെയ്തിട്ടിട്ടതാണ്. അപ്പോൾ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം എങ്ങനെ. അപ്പോൾ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇത് താഴെയുള്ളതാണ് എൻ്റെ കരുക്കൾ. ചെസ്സിൻ്റെ കരുക്കളാണ് താഴെ കാണുന്നത്. 2 വരിയിലായിട്ട് കറുപ്പാണ് എൻ്റെത്. നേരെ എതിര് വന്ന ടീം ഇന്ത്യക്കാരനാണ്. അപ്പോൾ പലരും ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇന്ത്യക്കാരനാണ്. താഴെയുള്ളത് ഇന്ത്യക്കാരനെയാണ് ഞാനും. ഇവിടെ താഴെ കാണാമല്ലോ റോഹി ഫിദ എന്നിട്ട് ഇവിടെ ഇന്ത്യൻ്റെ പതാക കാണാം. മേലെയും കാണാം ബാലാന്ന് എഴുതിയിട്ട് 7499 അവരെ ID. എൻ്റെ പേര് തന്നെ റോഹി ഫിദാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. എൻ്റെ സ്റ്റേജ് അവിടെ കാണാം 794 എൻ്റെ 588. ഇതിൽ 10 മിനിറ്റാണ് ഈ ഗെയിമിൻ്റെ ഇത് കാണിക്കുന്നത്. ലെവൽ അതാണ് 10 മിനിറ്റിൽ നമ്മളിത് കളി തീർക്കണം. ആരെങ്കിലും ഒരാൾ തീർത്തിരിക്കണം. അപ്പോൾ അവർ ജയിക്കും. അതിൻ്റെ ഉള്ളിലാണ്. അതിൻ്റെ ഉള്ളിൽ കളി തീർത്തിരുന്നാൽ അതിൻ്റെ ഫലം നമുക്ക് അറിയും. അപ്പോൾ ഇതിൻ്റെ ഫലം ഉണ്ടായത് എന്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യ എന്ന് നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ വന്ന കളിക്കാരനായിരുന്നു എന്ന ചോദ്യത്തിന് ഇന്ത്യ എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇപ്പോൾ രാജ്യം കൺട്രി ചെയ്താന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മേലെ കാണാം ഏത് രാജ്യക്കാരനാണ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെ ഫ്ലാഗ് കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ഞാൻ അവിടെ വീഡിയോയിൽ അത് മറച്ചിട്ടുണ്ട്, അത് കാണിച്ചിട്ടില്ല. മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നോക്കേണ്ടത് വിജയിച്ചിട്ടുണ്ടോ തോറ്റിട്ടുണ്ടോ എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. രണ്ടാമത്തെ ഓപ്ഷൻ അതാണ്. അത് ലാസ്റ്റ് നമുക്ക് പറയാം. ഇനി നമുക്ക് നോക്കാനുള്ളത് എണ്ണമാണ്, നീക്കം. എത്ര നീക്കങ്ങൾ കൊണ്ടാണ് എൻ്റെ കരുക്കളിങ്ങനെ നീങ്ങുന്നത് കാണാം. വെള്ള നോക്കണ്ട, കറുത്ത കരുക്കളാണ് നീങ്ങുന്നത്. ഫസ്റ്റ് വെളുത്ത ആൾക്കാണ് നീക്കമുള്ളത്. വെള്ള വന്നാൽ വെള്ളക്കാരാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കറുപ്പ് രണ്ടാമത്താണ്. അപ്പം വൈറ്റ് ആണെങ്കിൽ ഫസ്റ്റ് അവരാണ്. അപ്പോൾ അവരാണ് നീക്കുന്നത്. ഞാൻ അതിന് ശേഷമാണ് നീക്കുന്നുള്ളത്. മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ നീക്കം തുടങ്ങുകയാണ്. ഫസ്റ്റ് താഴെ ഇങ്ങനെ ഫോർവേഡ് നയിച്ചാൽ അവരാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതെൻ്റെ കറുത്ത കരുക്കളെ കൊണ്ട് ഞാൻ നീക്കിയിട്ടുണ്ട്. ഒരാളെ മുന്നിലോട്ട് നീക്കിയിട്ടുണ്ട്. അവർ പിന്നീടും നീക്കിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ നീക്കമാണത്. ഇതും മൂന്നാമത്തെ നീക്കമാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടല്ലോ ആനയെ അങ്ങോട്ട് വെച്ചത്. അപ്പോൾ മൂന്നാമത്തെ നീക്കത്തിൽ തന്നെ നമുക്കൊരു ചെക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അവിടെ രാജാവിനിക്ക് നേരെ അത് ആന ഇങ്ങനെ ക്രോസ് ആയിട്ട് അതിന് പോയിട്ടുള്ളത്. കണ്ടല്ലോ പിന്നെ ക്രോസ് പോയിട്ട് നേരെ അവിടെ കാണുന്നത് രാജാവാണ്. രാജാവിനിക്ക് നേർക്ക് വരുമ്പോൾ ചെക്ക്. അപ്പോൾ ചെക്ക് അവർ മാറ്റും. അത് മാറ്റിയിട്ടുണ്ട് അവിടെ. ഇനി നാലാമത്തെ നീക്കം ഞാൻ ഇങ്ങോട്ട് ആന വെച്ചു. ഇനി അഞ്ചാമത്തെ നീക്കം ഇങ്ങനെ എണ്ണ അവിടെ മേലെ കാണാം. ആ വരിയിൽ ഇങ്ങനെ കാണാം നമ്പർ 7, 8 ഇങ്ങനെ കാണാം. 9, 10, 11, 12 ഇങ്ങനെ നീക്കം അവിടെ മേലെ കാണുന്നു. ഞാൻ അപ്പോൾ കുറച്ച് സ്പീഡാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എണ്ണ ഇങ്ങനെ അല്ലെങ്കിൽ കുറഞ്ഞ ലെങ്ത് ആയിപ്പോൾ കുറേ വീഡിയോ ലോങ് ആവും. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കളി ഇവിടെ അവസാനിക്കുന്നു. നോക്കിക്കോ. ഇപ്പോൾ 21 നീക്കത്തിലാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ 21 നീക്കമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. ഒന്നുകൂടി കാണിച്ചു തരാം. മേലെ കാണണ്ടല്ലോ. ഇപ്പോൾ അവിടെ ഞാൻ കളിച്ചപ്പോൾ തീർന്നു. എൻ്റെ 21ാമത്തെ നീക്കം ഇവിടെ ആയിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ അവർ കളിച്ചതാണ്. പക്ഷെ അവർ കളിച്ചപ്പോൾ അവരെന്ത് ചെയ്തു, അവിടെ കളിയിൽ നിന്ന് വിരമിച്ച് അവർ ഓടിപ്പോയി. അപ്പോൾ അവർ കളി സമയം ഉണ്ടായിരുന്നു. എന്നിട്ടും വരുന്നതായി 5:57 ഇനും ബാക്കിയുണ്ട് ബാലൻസ്. പക്ഷേ എൻ്റെയിലാണെങ്കിൽ 8:12 ടൈം. ഇനി ബാലൻസ് ഇല്ല. 10 മിനിറ്റിൻ്റെ കളിയാണ്. പക്ഷേ അവർ സ്ലോ കളിച്ചുകൊണ്ടാണ് എത്ര സമയം അവർ കുറഞ്ഞത്. ഞാൻ ഫാസ്റ്റ് കളിച്ചു. ഇപ്പോൾ അവരെന്തായി, അവർക്ക് തോൽവി ഉറപ്പാണ്. തോൽക്കുമെന്ന് ഉറപ്പായത് കൊണ്ട് അവരെന്താക്കി പിന്മാറി. അപ്പോൾ ഞാൻ വിജയിച്ചതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അവിടെ ഒരു ഫ്ലാഗ് കാണിക്കുന്നുണ്ട്, റെഡ് കാണിക്കുന്നുണ്ടല്ലോ ഈ രാജാവിൽ. എൻ്റെ രാജാവിലൊരു ഗ്രീനാണ് കാണിക്കുന്നത്. അപ്പോൾ വിജയിച്ചതാണ്. അപ്പോൾ വിജയിച്ചിട്ടുണ്ട്. 21 നീക്കമാണ് എൻ്റേത്. അവർ 22 നീക്കമുണ്ട്. അത് അങ്ങനെയാണല്ലോ. ഫസ്റ്റ് നീക്കം അവരാണല്ലോ. അങ്ങനെയാണ് അവിടെ 22 മേലെ കാണിക്കുന്നത്. എൻ്റെ നീക്കം അവിടെ മേലാക്കി ഇതിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ടല്ലോ. അതാണ് എൻ്റെ 21ാമത്തെ നീക്കം. അപ്പോൾ 21 എന്ന് എഴുതിയാണ് ശരി. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ ഇത് കാണിക്കാൻ ഞാൻ റിസൾട്ട് വന്ന് ഞാനൊന്ന് കാണിച്ചു. ഇതാണ് നിങ്ങൾ അയച്ച റിസൾട്ടുകളുടെ വന്നിട്ടുള്ളത്. ഇതിൽ വിജയം 10 പേരാണ് ഇവിടെ അയച്ചിട്ടുള്ളത്. ലാസ്റ്റ് ഞാനാണ് അയച്ചിട്ടുള്ളത്. എൻ്റെ പേരവിടെ കാണാം. എൻ്റെ ചാനലിൻ്റെ പേര് കാണാം, വിജയം. ഇങ്ങനെ 21. അതിന് തൊട്ട് മുമ്പ് ഒരാൾ എഴുതിയതാണ് ശരിയായിട്ടുള്ളത്. 9ാമത്തെ ആൾ അത് ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഷീന ജോൺ. അവരുടെ ചാനലിൻ്റെ പേര് ഷീന ക്രാസി
ക്രാവിങ് എന്നുള്ള ചാനലിനാണ് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്, വിജയം എന്ന് കൊടുത്തിട്ടുണ്ട്, 21 നീക്കം. അപ്പോൾ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മേലും 21 2 പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരുടേത് വിജയമാണ്. പക്ഷേ അവർ ബ്രസീലാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരാൾ പറഞ്ഞതും ബ്രസീലാണ് 21 എന്ന് പറഞ്ഞത്. മനസ്സിലായല്ലോ. പിന്നെ ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അവിടെ നോ വിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാൾ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് സംഭവങ്ങൾ. ഇങ്ങനെയാണ് റിസൾട്ട് വന്നിട്ട്. അപ്പോൾ ഒരാളത് ശരിയായി. ഷീന എന്ന് പറയുന്നവരുടെ ആണ് കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ നമുക്കടുത്ത ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾ കറക്റ്റ് പറയുക. ഓക്കെ, എല്ലാവർക്കും ബൈ.